إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وإذا سألك عبادي عني فإني قريب أجيب دعوة الداعي إذا دعان فليستجيبوا لي وليؤمنوا بي لعلهم يرشدون. സ്നേഹാദരണീയരായ സഹോദരന്മാരെ, സഹോദരിമാരെ, അള്ളാഹുവിൻ്റെ വിധികളും വിലക്കുകളും നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ രംഗങ്ങളിലും പരമാവധി പാലിച്ചും സൂക്ഷിച്ചും ജീവിക്കുവാൻ ആദ്യമായി ഓർമ്മപ്പെടുത്തുകയാണ്. പരിശുദ്ധ റമദാൻ മാസം നമ്മുടെ ശരീരത്തെയും നമ്മുടെ മനസ്സിനെയും നമ്മുടെ ആരോഗ്യത്തെയുമൊക്കെ വളരെ നല്ല നിലയിൽ മെച്ചപ്പെടുത്തുന്ന അതിമഹത്തായ ഇബാദത്താണ്. അത് ആ നിലക്ക് നമുക്ക് ഉപകാരപ്പെടണമെങ്കിൽ വിശുദ്ധ ഖുർആൻ നന്നായി പാരായണം ചെയ്യേണ്ടതുണ്ട്. അതുപോലെ തന്നെ അള്ളാഹുവിനോട് മനസ്സറിഞ്ഞ് ദുആ ചെയ്യേണ്ടതുണ്ട്. അതുപോലെ നമസ്കാരം, സുന്നത്ത് നമസ്കാരമടക്കം ഫർള് നമസ്കാരവും വളരെ കൃത്യമായി നല്ല തഖ്വയോടുകൂടി മനസ്സാന്നിധ്യത്തോടുകൂടി നമുക്കത് നിർവഹിക്കാൻ സാധിക്കേണ്ടതുണ്ട്. ആ രൂപത്തിൽ നോമ്പിനെ നമ്മൾ നോമ്പും പ്രാർത്ഥനയും അതുപോലെ ഇബാദത്തുമൊക്കെ ഖുർആൻ പാരായണവുമൊക്കെയായി നമ്മൾ മുന്നോട്ട് നീങ്ങുകയാണെങ്കിൽ നമുക്ക് ഉണ്ടാകുന്ന ഏറ്റവും വലിയ, ഈ ദുനിയാവിൽ വെച്ച് തന്നെ കിട്ടുന്ന ഏറ്റവും വലിയ ഒരു കാര്യം നമ്മുടെ മനസ്സിൻ്റെ തഖ്വ തന്നെയാണ്. ആ തഖ്വ നമ്മുടെ മനസ്സിൻ്റെ സമ്മർദ്ദത്തെ, സ്ട്രെസ്സിനെ കൺട്രോൾ ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ ഹൃദയത്തിൻ്റെ മിടിപ്പ് നോർമലൈസ് ചെയ്യുന്നതാണ്. അതുപോലെ നമ്മൾ ഈ ഭൂമിയിൽ നമ്മളൊറ്റക്കല്ല എന്നുള്ള, അള്ളാഹു നമ്മുടെ കൂടെയുണ്ട്, അവൻ്റെ സംരക്ഷണം എനിക്കുണ്ട് എന്നുള്ള അചഞ്ചലമായ വിശ്വാസത്തിൻ്റെ ആ ഒരു ഉയർച്ചയിലേക്ക് നമ്മുടെ മനസ്സിനെ വളർത്തിയെടുക്കുവാനും അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ എന്തെന്നില്ലാത്ത ആത്മസംതൃപ്തിയും മനസ്സിൻ്റെ ഉറച്ച ധാരണയും ഉണ്ടാക്കിയെടുക്കുവാൻ നമുക്ക് സാധ്യമാകുന്നതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അള്ളാഹുവിൽ തവക്കുൽ ചെയ്യുകയും അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയും അവനിൽ അചഞ്ചലമായി വിശ്വസിക്കുകയും ചെയ്തതിൻ്റെ അനുഭവങ്ങൾ അവിടുത്തെ ജീവിതത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വീട് വിട്ടിറങ്ങി അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ കൂടെ ഗാറു സൗറിൽ അഭയം പ്രാപിക്കുകയാണ്. അങ്ങനെ അഭയം പ്രാപിച്ച് അവിടെ ഒളിച്ചിരിക്കുന്ന സന്ദർഭത്തിൽ തിരച്ചിലുകാരായ സംഘം
ആ ഗുഹാമുഖത്ത് എത്തിച്ചേരുകയാണ്. മേലോട്ട് നോക്കുമ്പോൾ ഒരു സംഘം ആളുകളുടെ കാലുകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും സിദ്ദീഖ് റളിയല്ലാഹു അൻഹും കാണുകയാണ്. വളരെ സന്നിഗ്ധമായ ഒരു ഘട്ടത്തിൽ നമ്മൾ പിടിക്കപ്പെട്ടു പോകും എന്നുള്ള ആ ഒരു അവസ്ഥയിൽ നിൽക്കുന്ന സമയത്താണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകൻ പറഞ്ഞതായി, സിദ്ദീഖിനോട് പറഞ്ഞതായി, ലാ തഹ്സൻ ഇന്നല്ലാഹ മഅന, നീ ഒരു കാരണവശാലും ദുഃഖിക്കേണ്ടതില്ല, ഇന്നല്ലാഹ മഅന, തീർച്ചയായും അല്ലാഹു നമ്മുടെ കൂടെയുണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അതിനെ തുടർന്ന് അല്ലാഹു പറയുന്നത് ഫഅൻസലല്ലാഹു സകീനതഹു, മനസ്സിൻ്റെ എല്ലാ സമ്മർദ്ദങ്ങളെയും താഴ്ത്തി ഹൃദയമിടിപ്പുകളെ നോർമലൈസ് ചെയ്ത് മനസ്സിനെ ശാന്തമാക്കി. ഫഅൻസലല്ലാഹു സകീനതഹു, അല്ലാഹു അവൻ്റെ ശാന്തമായ അവസ്ഥയിലേക്ക് അവരുടെ മനസ്സുകളെ കൊണ്ടുവന്നു. വഅയ്യദഹു, അവർക്ക് വല്ലാത്ത ഒരു ശക്തി നൽകി. ബിജുനൂദിൻ ലം തറൗഹ, ആരും കാണാത്ത പ്രത്യേകമായ രൂപത്തിലുള്ള ഒരു സൈന്യത്തെ ഏർപ്പെടുത്തിക്കൊണ്ട് എന്നുള്ള പറയുന്നു. ഇതെന്തിനു വേണ്ടിയാണ്? വജഅല കലിമത്തല്ലദീന കഫറു സുഫ്ലാ വകലിമത്തുല്ലാഹി ഹിയൽ ഉലിയ വല്ലാഹു അസീസുൻ ഹക്കീം. എപ്പോഴും നമ്മുടെ ചിന്തയിൽ ഉണ്ടായിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അവിശ്വാസവും അബദ്ധധാരണകളും. അതെപ്പോഴും വിശ്വാസത്തെ കവച്ചു വെക്കുന്നതാകരുത്, ഈമാനിനെ കവച്ചു വെക്കുന്നതാകരുത്. ആ അവിശ്വാസം താഴ്ന്നു തന്നെ നിലനിൽക്കണം. ഈമാനും തഖ്വയും ഉയർന്നു തന്നെ നിൽക്കുകയും ചെയ്യണം. അതിനുവേണ്ടിയാണ് ആ രൂപത്തിൽ വിശ്വാസികൾക്ക് അള്ളാഹു സഹായം ചെയ്യുന്നത് എന്ന് ഈ ആയത്തിലൂടെ അള്ളാഹു നമ്മെ പഠിപ്പിക്കുകയാണ്. മൂസാ നബി അലൈഹി ഇസ്ലാമിൻ്റെ കഥ നമുക്കറിയാം. ഫിറഔനും സൈന്യവും പിന്നാലെ, വലിയ സൈന്യവ്യൂഹമാണ് പിന്നാലെ ഓടി വരുന്നത്. മൂസാ നബി അലൈഹി ഇസ്ലാമും വിശ്വാസികളും ആ ഈജിപ്ത് വിട്ട് ഓടുകയാണ് രക്ഷപ്പെടാൻ വേണ്ടി. മുമ്പിൽ ചെങ്കടലിൻ്റെ മുമ്പിൽ നിൽക്കുന്ന സമയത്ത് പിന്നാലെ വരുന്ന സൈന്യത്തെ നോക്കി മൂസാ നബി അലൈഹി ഇസ്ലാമിൻ്റെ പാപങ്ങളായ അനുയായികൾ പറഞ്ഞു, ഇന്നാ ലമുദ്റകൂൻ, നമ്മൾ പിടിക്കപ്പെട്ടു പോയല്ലോ, നമ്മൾക്കിനി രക്ഷയില്ലല്ലോ എന്ന് പറഞ്ഞ ആ സമയത്ത് മൂസാ നബി അലൈഹി ഇസ്ലാമിൻ്റെ വാക്യം ഖുർആൻ എടുത്തു പറയുന്നത്, കല്ല ഇന്ന മഅിയ റബ്ബി സയഹ്ദീൻ. വേണ്ട, അങ്ങനെയല്ല, എൻ്റെ കൂടെ എൻ്റെ റബ്ബുണ്ട്, അവൻ എനിക്ക് വഴി കാണിച്ചു തരും എന്ന് മൂസാ നബി അലൈഹി ഇസ്ലാം പറഞ്ഞ ആ സന്ദർഭം ഖുർആൻ നമ്മുടെ മുമ്പിൽ എടുത്തു പറയുകയാണ്. ഇതുപോലെയുള്ള സംഭവങ്ങളാണ് ഖുർആൻ നമ്മുടെ മുമ്പിൽ പ്രാർത്ഥനയുടെയും ഇബാദത്തിൻ്റെയും നോമ്പിൻ്റെയും ഒക്കെ ഫലമായി നമ്മളിൽ ഉണ്ടാകേണ്ട ഗുണങ്ങൾ നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. വിശുദ്ധ ഖുർആൻ നമ്മൾ നോമ്പിൽ പാരായണം ചെയ്യുന്നു. ഖതം തീർക്കുന്നവരുണ്ട്, ആവർത്തിച്ച് ഓതുന്നവരുണ്ട്. ഇതുപോലെയുള്ള ആയത്തുകൾ നമ്മുടെ മുമ്പിലൂടെ കടന്നു പോകുന്നു. ഈ സംഭവങ്ങൾ നമ്മൾ മനസ്സിലാക്കുന്നുണ്ടോ? അത് എത്രമാത്രം നമ്മുടെ മനസ്സിലേക്ക് അതിൻ്റെ ആശയങ്ങൾ കടന്നു വരുന്നുണ്ട് എന്നതിലാണ് ഖുർആൻ ഓതുന്നതിൻ്റെയും അത് പഠിക്കുന്നതിൻ്റെയും മഹത്വം ഉൾക്കൊള്ളുന്നത് എന്ന് ഈ സന്ദർഭത്തിൽ നാം മനസ്സിലാക്കേണ്ടതുണ്ട്. ആരാധനകൾ ആ രൂപത്തിൽ നമ്മെ വളർത്തേണ്ടതാണ്, നമ്മുടെ മനസ്സിനെ ശക്തിപ്പെടുത്തേണ്ടതാണ്, നമ്മുടെ അധമബോധത്തെ തിരുത്തി പശ്ചാത്താപ മനസ്ഥിതിയോടുകൂടി, ഇസ്തിഗ്ഫാറോടുകൂടി, തൗബയോടുകൂടി അള്ളാഹുവിലേക്ക് അടുക്കുവാനുള്ള മാർഗങ്ങൾ ഈ ആയത്തുകളിലൂടെയൊക്കെ അള്ളാഹ് നമ്മൾ പഠിപ്പിക്കുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഇബാദത്തിൻ്റെ മഹത്വമായി നമ്മളോട് പറഞ്ഞത് അസ്സലവാത്തുൽ ഖംസ്, 5 നേരത്തെ നമസ്കാരം, വൽ ജുമഅത്തു ഇലൽ ജുമഅ, ഒരു ജുമഅ മുതൽ അടുത്ത ജുമഅ വരെയുള്ള കാലയളവ്, കഫാറത്തുൽ ലിമാ ബൈനഹുന്ന, അവക്കിടയിലുള്ള ദിനങ്ങളിലെ സമയങ്ങളിലെ എല്ലാ വിധത്തിലുള്ള പോരായ്മകളും പരിഹരിച്ച്
നമ്മെ വിശുദ്ധിയിലേക്ക് ഉയർത്തുന്നതിന് വേണ്ടിയാണ്. മാലം യഗ്ശൽ കബായിർ, വലിയ വലിയ വൻകുറ്റങ്ങളൊന്നും ചെയ്തിട്ടില്ലെങ്കിൽ നമ്മുടെ ചെറുപാപങ്ങൾ ഇതിലൂടെ തന്നെ പൊറുക്കപ്പെടും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം. എന്നിട്ട് അള്ളാഹിൻ്റെ റസൂൽ പറഞ്ഞു, ഒരു ഉദാഹരണമായി സഹാബികൾക്ക് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. നിങ്ങളുടെ വീടിൻ്റെ മുമ്പിലൂടെ അന്ന നെഹ്റൻ, ഒരു പുഴ ഒഴുകുന്നു. എന്നിട്ട് അഹദു യഗ്തസിലു കുല്ല യൗമിൻ 5 മർറാത്ത്, ദിനേന എന്നോണം 5 നേരവും നിങ്ങൾ ആ പുഴയിൽ ഇറങ്ങി കുളിക്കുന്നു, നല്ലതുപോലെ കുളിക്കുന്നു. അങ്ങനെയുള്ള നിങ്ങളുടെ ശരീരത്തിൽ ഹൽ യബ്ഖാ മിൻ ദറനിഹി ഷൈഉൻ, എന്തെങ്കിലും അഴുക്കുകൾ അവശേഷിക്കുമോ എന്ന് റസൂലുള്ളാഹി ചോദിക്കുകയാണ്. ഖാലു, അവരെല്ലാം സഹാബികൾ പറഞ്ഞു, ലാ യബ്ഖാ മിൻ ദറനിഹി ഷൈഉൻ, അള്ളാഹിൻ്റെ റസൂലെ, അങ്ങനെ കുളിക്കുന്ന ഒരാളുടെ ശരീരത്തിൽ ഒരു ദോഷവും ഒരു പോരായ്മയും ഒരു നജസ്സും ഒരു വൃത്തികേടും ഉണ്ടാവുകയില്ല. ഫദാലിക മസലുസ് സലവാത്തിൽ ഖംസ്, ഇതേ പ്രകാരമാണ് റസൂലുള്ളാഹി പറയാണ്, ഇതേ പ്രകാരമാണ് 5 നേരത്തെ നമസ്കാരം. എന്താ ചെയ്യുന്നത്? യംഹുല്ലാഹു ബിഹിന്നൽ ഖതായ, അള്ളാഹു ആ നമസ്കാരം കൊണ്ട് തന്നെ നിങ്ങളുടെ എല്ലാ പാപങ്ങളെയും മായ്ച്ചു കളയാണ്, തുടച്ചു കളയാണ്. അതുപോലെ പിന്നെ അവശേഷിക്കുന്നില്ല. ആ നിലക്ക് നമസ്കാരത്തെ നമ്മൾ കാണുമ്പോൾ, ആ നിർവഹിക്കുമ്പോൾ, നമ്മുടെ ഓരോ കാര്യങ്ങളിലും കർമ്മങ്ങളിലും ദിക്റുകളിലും അതുണ്ടാകുമ്പോൾ അല്ലാഹു അക്ബർ, അള്ളാഹുവാണ് ഏറ്റവും ഉന്നതനും മഹാനും വലിയവനും എന്നുള്ള ആ ഒരു ചിന്തയിലേക്ക് നമ്മുടെ മനസ്സ് ഉയരുമ്പോൾ, നമ്മുടെ മനസ്സിലുള്ള എല്ലാ ചാബല്യങ്ങളും എല്ലാ പോരായ്മകളും നമ്മൾ ചെയ്തു പോയിട്ടുള്ള പാപങ്ങളുമൊക്കെ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരികയും അതിലൊക്കെ സ്വാഭാവികമായ ഒരു ഇസ്തിഗ്ഫാർ, ഒരു പാപമോചനം തേടൽ, അതുപോലെ തന്നെ ഒരു തൗബ, തിരിച്ചു നടത്തം, നല്ലതിലേക്കുള്ള ഒരു തിരിച്ചു പോക്ക്, ഇതെല്ലാം സംഭവിച്ചുകൊണ്ട് നമ്മുടെ മനസ്സിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ശുദ്ധീകരിക്കുമെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അള്ളാഹിൻ്റെ റസൂൽ വുളൂവിനെ പറ്റി പറഞ്ഞു, മൻ തവല്ലഅ, വുളു എടുക്കുകയാണ്, ഫഅഹ്സനൽ വുളു, വുളു നല്ലതുപോലെ വെള്ളം ചേരേണ്ട ഭാഗങ്ങളിലൊക്കെ വെള്ളം ചേർന്നിട്ടുണ്ട് എന്ന് ഉറപ്പുവരുത്തി, കയ്യിൻ്റെ മുട്ടുൾപ്പെടെ മുട്ടിൻ്റെ ഏതെങ്കിലും ഭാഗത്ത് നനവ് പറ്റാത്തതുണ്ടോ എന്നൊക്കെ നോക്കി, അതൊക്കെ നനവ് എത്തിയിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തി, മുഖത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും വെള്ളം ചേർന്നിട്ടുണ്ട്, അതുപോലെ തന്നെ കാലുകളെല്ലാം വൃത്തിയായ എല്ലാ ഭാഗങ്ങളും കഴുകിയിട്ടുണ്ട് എന്ന് ഉറപ്പുവരുത്തി. റസൂലുള്ളാഹി പറഞ്ഞു, വൈലുൽ ലിൽ അഖാബി മിനന്നാർ, മടമ്പുംകാലുകൾക്കാണ് നരകം എന്ന് റസൂലുള്ളാഹി പറഞ്ഞു. ഒരു വുളു എടുത്ത് പോകുന്ന ഒരാളെ കണ്ട് ഒരു നഖത്തിൻ്റെ ഭാഗം നനയാതെ, അത്ര അളവിൽ നനയാത്തത് കണ്ടപ്പോൾ റസൂലുള്ളാഹി വീണ്ടും വുളു എടുക്കാൻ കൽപ്പിക്കുകയാണ്, ആവർത്തിക്കുകയാണ്, വുളു വീണ്ടും നന്നായി ചെയ്യുക. ഫഅഹ്സിൻ അൽ വുളു, നീ വുളു നന്നാക്കി ചെയ്യ് എന്ന് പറഞ്ഞ് ആ വുളുവിനെ പൂർണ്ണമാക്കിയതിന് ശേഷമാണല്ലോ റസൂല് പറയുന്നത് എന്ത്? മൻ തവല്ല ഫഅഹ്സനൽ വുളുവ, അങ്ങനെ ആ രൂപത്തിൽ നന്നായി വുളു ചെയ്ത്, ഖറജത്ത് ഖതായാഹു, അവൻ്റെ പാപങ്ങളെല്ലാം അവരിൽ നിന്ന് കൊഴിഞ്ഞു പോവുകയാണ്, മിൻ ജസദിഹി, അവൻ്റെ ശരീരത്തിൽ നിന്ന്, ഹത്താ തഖ്റുജ മിൻ തഹ്തി അൾഫാരിഹി, ആ വെള്ളം ഇങ്ങനെ ഉറ്റി വീഴുന്ന ആ സമയത്ത് നഖത്തിൻ്റെ ഉള്ളിലൂടെ പാപങ്ങൾ താഴോട്ട് വീണു പോവുകയാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. നമ്മുടെ പ്രിയപ്പെട്ട റബ്ബിനോട് നമ്മുടെ ഏറ്റവും ഇഷ്ടപ്പെട്ടത് അള്ളയാണ്, നമുക്ക് ഏറ്റവും സ്നേഹിക്കാൻ കഴിയുന്നത് റബ്ബിനെയാണ്, നമുക്ക് കൊഞ്ചാൻ കഴിയുന്നത് റബ്ബിനോട് മാത്രമാണ്, നമുക്ക് കെഞ്ചാൻ കഴിയുന്നതും ആ റബ്ബിനോട് മാത്രമാണ്. അങ്ങനെ കൊഞ്ചിയും കെഞ്ചിയും റബ്ബിൻ്റെ മുമ്പിൽ നമ്മുടെ സങ്കടങ്ങൾ, നമ്മുടെ രഹസ്യങ്ങൾ ഇത്രമാത്രം പറയാനുള്ള മറ്റൊരാളുമില്ല. ആ അള്ളാഹുവിൻ്റെ മുമ്പിൽ നമ്മുടെ എല്ലാ ന്യൂനതകളും, നമ്മുടെ കുറവുകളും, നമ്മുടെ പോരായ്മകളും, നമ്മുടെ തമാശകളും, നമ്മുടെ രസങ്ങളും, നമ്മുടെ എല്ലാ കാര്യങ്ങളും പടച്ച റബ്ബിൻ്റെ മുമ്പിൽ അത്രയ്ക്ക് നമ്മളോട് ഇഷ്ടമാണ് അള്ളാഹുവിൻ്റെ. ആ അള്ളാഹുവിൻ്റെ മുമ്പിൽ നമ്മൾ ആ രൂപത്തിൽ പറയുമ്പോൾ, ആ രൂപത്തിൽ നിർവഹിക്കുമ്പോൾ, ആ രൂപത്തിലുള്ള നമസ്കാരം, നമ്മുടെ ഇബാദത്തുകൾ അങ്ങനെയായി മാറുമ്പോൾ അള്ളാഹ് പറയുന്നു, വഅൻ അഖീമുസ്സലാ, നിങ്ങൾ കൃത്യമായി അള്ളാഹുവിനെ നമസ്കരിക്കണം.
വത്തഖൂഹു, അതിലൂടെ നിങ്ങൾക്കുണ്ടാവേണ്ടത് അള്ളാഹുവിലുള്ള തഖ്വയാണ്. വഹുവ അല്ലദീ ഇലൈഹി തുഹ്ശറൂൻ, അവനിലേക്കാണ് നിങ്ങൾ മടക്കപ്പെടുന്നത് എന്ന് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകണം. നിങ്ങൾ മുനീബീന ഇലൈഹി, അവനിലേക്ക് നിങ്ങൾ വളരെ താഴ്മയോടുകൂടി, റബ്ബാണ്, നിങ്ങളുടെ യജമാനനാണ്, നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടവനാണ്, നിങ്ങളോട് ഏറ്റവും ഇഷ്ടമുള്ളവനാണ്. അതുകൊണ്ട് മുനീബീന, ഒരു സങ്കടവും വേണ്ട, ഒരു പ്രയാസവും വേണ്ട, ഒരു സങ്കോചവും വേണ്ട, ഒരു സംശയവും വേണ്ട, പൂർണ്ണമായി അവനിലേക്ക് നിങ്ങൾ മടങ്ങിക്കൊള്ളൂ. നിങ്ങളുടെ എല്ലാ പോരായ്മകളും അവൻ്റെ മുമ്പിൽ എടുത്തു പറഞ്ഞുകൊള്ളൂ, ഒരു കുഴപ്പവുമില്ല. മുനീബീന ഇലൈഹി വത്തഖൂഹു, നിങ്ങൾ അവനെ സൂക്ഷിക്കുകയും തഖ്വ ചെയ്യുകയും ചെയ്യുക. എന്നിട്ടോ വഅഖീമുസ്സലാ, നമസ്കാരം ആ രൂപത്തിൽ നിങ്ങൾ നിർവഹിക്കുക. വലാ തകൂനൂ മിനൽ മുശ്രിക്കീൻ, അല്ലാഹു അല്ലാത്തവരെ ഇബാദത്ത് ചെയ്യുന്ന, മറ്റുള്ളവരെ ആശ്രയിക്കുന്ന അങ്ങനെയുള്ള ആളുകളിൽ പെടാതെ, മുശ്രിക്കുകളിൽ പെടാതെ നിങ്ങൾ നോക്കണം എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. മാത്രമല്ല, നമ്മളോട് മാത്രമല്ല, നമ്മുടെ കുടുംബത്തോടും കുടുംബങ്ങളിലും മക്കളിലും ഒക്കെ ആ ഒരു ശീലം വളർത്തിയെടുക്കുവാൻ, റബ്ബിനെ ആ രൂപത്തിൽ പരിചയപ്പെടുത്തി കൊടുക്കാൻ നമുക്ക് കഴിയും. പലരും പടച്ചവനെ പേടിപ്പിക്കുന്ന നരകം, അങ്ങനെ കുട്ടികളോട് ആ രൂപത്തിലാണ് പറയുക. അങ്ങനെയല്ല പറയേണ്ടത്. നമ്മുടെ റബ്ബ് നമ്മുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട, നമ്മെ വളരെയധികം സ്നേഹിക്കുന്നവനാണ് അല്ലാഹ് എന്ന് പറഞ്ഞുകൊണ്ട് അവരെ ആ രൂപത്തിൽ പടച്ചവനോടുള്ള സ്നേഹം വളർത്തിയെടുക്കണം. അല്ലാഹ് പറയുന്നു, വഅ്മുർ അഹ്ലക ബിസ്സലാ, നിന്റെ കുടുംബത്തോടും ഈ നമസ്കാരത്തെ നീ കൽപ്പിക്കണം. വസ്തബിർ അലൈഹാ, അതിനുള്ള ആ ഒരു ഉപദേശത്തിൻ്റെ സമയത്തുള്ള പ്രയാസങ്ങളിൽ നീ ക്ഷമാവലംബിക്കണം. ലാ നസ്അലുക റിസ്ഖൻ, നാം നിങ്ങളോടൊന്നും റിസ്ക്കിനെ തേടുന്നില്ല. അല്ലാഹ് പറയാണ്, നഹ്നു നർസുഖുക വൽ ആഖിബത്തു ലിത്തഖ്വ, നിങ്ങൾക്കെല്ലാവർക്കും ഉപജീവനം നൽകുന്നത്, ആവശ്യമായ എല്ലാം നൽകുന്നത് റബ്ബാണ്, ഞാനാണ് എന്നല്ല പറയുന്നു. വൽ ആഖിബത്തു ലിത്തഖ്വ, ഇനിയും നിങ്ങൾക്ക് കൂടുതൽ സുഖകരമായ അവസ്ഥ ഈ ലോകത്തെ ജീവിതത്തിലും നാളെ പരലോകത്തും എല്ലാം ഏറ്റവും നല്ല ഒരു പര്യവസാനം അത് റബ്ബിൻ്റെ അടുക്കൽ മാത്രമാണ്. ആ റബ്ബിനോടായിരിക്കണം നിങ്ങൾ തേടേണ്ടത്. ആ നിലക്ക് റബ്ബിനോട് എല്ലാ നിലക്കും തേടിക്കൊണ്ടും അവൻ്റെ മുമ്പിൽ വിനയാന്വിതരായിക്കൊണ്ടും നമ്മുടെ പാപങ്ങൾ അവൻ്റെ മുമ്പിൽ ഏറ്റുപറഞ്ഞുകൊണ്ടും തൗബ ചെയ്തുകൊണ്ടും ഇസ്തിഗ്ഫാർ നിർവഹിച്ചുകൊണ്ടും റബ്ബിനോട് ഏറ്റവും അധികം അടുക്കേണ്ട, ഏറ്റവും അധികം റബ്ബുമായി സംസാരിക്കേണ്ട, നമ്മുടെ രഹസ്യങ്ങൾ പറയേണ്ട, നമ്മുടെ സങ്കടങ്ങൾ ബോധിപ്പിക്കേണ്ട, അള്ളാഹു നമുക്ക് ചെയ്തു തന്നിട്ടുള്ള അനുഗ്രഹങ്ങൾ കൂടി ഓർക്കേണ്ട, അതിനു കൂടി നന്ദി ചെയ്തുകൊണ്ട് സക്കാത്ത് പോലെയുള്ള സദക്ക പോലെയുള്ള കാര്യങ്ങൾ കൂടുതലായി അതിൽ ശ്രദ്ധ ചെലുത്തേണ്ട സന്ദർഭമാണ്. സക്കാത്ത് നോമ്പുമായി ബന്ധപ്പെട്ട ഒരു ആരാധനയല്ലെങ്കിലും പല ആളുകളും അതാണ്, ആ മാസത്തിലാണ് അത് കാണുന്നത് എന്നതുകൊണ്ട് വാർഷികമായി നിർവഹിക്കേണ്ട ആ കാര്യത്തിൽ നമ്മൾക്കെല്ലാവർക്കും ആ കാര്യത്തിൽ ശ്രദ്ധ വേണം. ശുദ്ധീകരിച്ചുകൊണ്ടായിരിക്കണം നമ്മൾ നമ്മുടെ മുതലുകൾ ഉപയോഗപ്പെടുത്തേണ്ടത്, വൃത്തിയാക്കിക്കൊണ്ടായിരിക്കണം ഉപയോഗപ്പെടുത്തേണ്ടത്. ആ രൂപത്തിൽ പടച്ച റബ്ബിനെ നമ്മുടെ മുതലിലും നമ്മുടെ ശരീരത്തിലും നമ്മുടെ ആരോഗ്യത്തിലും നമ്മുടെ അനുഗ്രഹങ്ങളിലും എല്ലാം പടച്ച റബ്ബിനെ ഓർക്കുവാനും വിനയപ്പെടുവാനും അള്ളാഹുവിലേക്ക് ഖേദിച്ചു മടങ്ങുവാനും തൗബ ചെയ്യുവാനും ഇസ്തിഗ്ഫാർ നിർവഹിക്കുവാനും ആ രൂപത്തിൽ എല്ലാം ഉപകാരപ്പെടുന്ന രൂപത്തിൽ നമസ്കാരം കൃത്യമായി അനുഷ്ഠിക്കുവാനും സുന്നത്ത് നമസ്കാരം നിർവഹിക്കുവാനും അങ്ങനെ നോമ്പിനെ ഏറ്റവും ഫലപ്രദമായ രൂപത്തിൽ നമുക്ക് ഗുണം ചെയ്യുന്ന മഹത്തായ അമലായി ഉൾക്കൊള്ളുവാനും റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളിൽ വന്നു പോയിട്ടുള്ള തെറ്റുകുറ്റങ്ങൾ അള്ളാഹു നമുക്ക് വിട്ടുപുറത്ത് മാപ്പ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് വസല്ലല്ലാഹു വസല്ലമ അലാ നബിയ്യിനാ മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. ഫയാ ഇബാദല്ലാഹ് ഇത്തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. സഹോദര സഹോദരിമാരെ, അള്ളാഹുവിൻ്റെ വിധികളും വിലക്കുകളും നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ രംഗങ്ങളിലും പാലിച്ചും സൂക്ഷിച്ചും ജീവിക്കുവാൻ ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുന്നു. നോമ്പിനെ സംബന്ധിച്ച്, അതിൻ്റെ വിധിവിലക്കുകളെ സംബന്ധിച്ച്, ആ നോമ്പ് നിർബന്ധമാക്കാനുണ്ടായ കാരണം ഖുർആൻ അവതരിച്ച മാസമാണ് എന്നത് പരാമർശിച്ചു. അങ്ങനെ നോമ്പിൻ്റെ കാര്യങ്ങളൊക്കെ കുറേ പറഞ്ഞതിന് ശേഷം മറ്റൊരു വിഷയത്തിലേക്ക് ഖുർആൻ പ്രവേശിക്കുന്നത് അതിനുശേഷവും നോമ്പിനെ സംബന്ധിച്ച് തന്നെയാണ് പറയുന്നത്. ഇടക്ക് വെച്ച് ഖുർആൻ പറയുന്നു, വഇദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബ്.
എൻ്റെ അടിയാറുകൾ എന്നെപ്പറ്റി ചോദിക്കുകയാണെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അള്ളാഹ് പറയുന്നു, ഫഇന്നീ ഖരീബ്, ഞാൻ അവരോട് ഏറ്റവും അടുത്തവനാണ്. ഖരീബ് എന്ന വാക്കിൻ്റെ അർത്ഥം ആ രൂപത്തിലാണ്. പിന്നെ അവിടെ ഇടയിൽ ഒരാളെ നിർത്താനോ ഒന്നും ഇടയില്ലാത്ത വിധം പടച്ചവൻ അത്രക്ക് നമ്മളോട് അടുത്ത് നിൽക്കുന്നു എന്നുള്ള പറയും. ഫഇന്നീ ഖരീബ് ഉജീബു, ഞാൻ ഉത്തരം നൽകും. ദഅവത്തദ്ദാഇ, പ്രാർത്ഥിക്കുന്നവൻ്റെ ഓരോ പ്രാർത്ഥനയ്ക്കും. ഇദാ ദഅാനി, അവൻ എന്നെ വിളിച്ചു തേടുകയാണെങ്കിൽ ഞാൻ അവർക്ക് ഉത്തരം തരും. 2 നിബന്ധനകൾ അവിടെ പറയുന്നു. ഫൽയസ്തജീബൂലി, ഞാൻ അവരോട് കുറേ കാര്യങ്ങൾ നിർദ്ദേശിച്ചിട്ടുണ്ട് ഖുർആനിലും സുന്നത്തിലുമായിക്കൊണ്ട്. അതിനൊക്കെ അവർ ഉത്തരം ചെയ്യട്ടെ, അവരോട് നിർദ്ദേശിച്ച കാര്യങ്ങളൊക്കെ അവർ ചെയ്യട്ടെ. വൽ യുഅ്മിനൂ ബി, എങ്കിൽ ആ നിലക്ക് എന്നെ അവർ വിശ്വസിക്കട്ടെ. നമ്മൾ ചോദിക്കല്ലേ, എന്നെ വിശ്വാസമില്ലേ എന്ന് ചോദിക്കില്ലേ? റബ്ബിനെ നമുക്ക് വിശ്വാസമില്ലേ? എന്നെ അവർ വിശ്വസിക്കട്ടെ. ലഅല്ലഹും യർശുദൂൻ, ഇങ്ങനെ അവർ ചെയ്താൽ അവർ നേർമാർഗം പ്രാപിക്കുന്നവരാകും, ശരിയായ വഴിയിലൂടെ സഞ്ചരിക്കാൻ അവർക്ക് സാധിക്കും എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. തുടർന്നു കൊണ്ടും അല്ലാഹു സുബ്ഹാനഹു വ തആല നോമ്പിൻ്റെ കാര്യങ്ങൾ തന്നെയാണ് പറയുന്നത്. അപ്പോൾ അതിൻ്റെ പ്രാധാന്യം, പ്രാർത്ഥനയുടെ, ഇസ്തിഗ്ഫാറിൻ്റെ, തൗബയുടെ, ദുആയുടെ ആ പ്രാധാന്യം ബോധ്യപ്പെടുന്നത് നോമ്പുമായി ആ പ്രാർത്ഥനയ്ക്കുള്ള ബന്ധം എത്രത്തോളമുണ്ട് എന്ന് നമ്മെ ബോധ്യപ്പെടുത്തുന്നതാണ്. ഇടയ്ക്ക് വെച്ച് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കേണ്ടതിൻ്റെ പ്രാധാന്യത്തെ സംബന്ധിച്ച് ഈ നോമ്പിൻ്റെ കൽപ്പനകൾക്കിടയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് പറയുന്നത്. അല്ലാഹു ആ നിലക്ക് നമ്മുടെ പ്രാർത്ഥനകളും നമ്മുടെ എല്ലാ കാര്യങ്ങളും, നമ്മുടെ സാമ്പത്തികമായ ഇടപാടുകളും, നമ്മുടെ വാക്കുകളും, നമ്മുടെ പെരുമാറ്റങ്ങളും എല്ലാം, കുടുംബത്തോടുള്ള നമ്മുടെ പെരുമാറ്റങ്ങളും ഒക്കെ ഏറ്റവും നല്ല രൂപത്തിൽ ഈമാനിൻ്റെ അടിസ്ഥാനത്തിൽ, നിയ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ അള്ളാഹുവിങ്കൽ നിന്ന് പ്രതിഫലം കിട്ടണം നമ്മൾ ഉദ്ദേശത്തോടു കൂടി, ആ റബ്ബ് കൽപ്പിക്കുന്നതാണ് ഞാൻ ചെയ്യുന്നത് എന്ന ബോധത്തോടു കൂടി, അത് റബ്ബിന് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യമാണ് എന്ന ചിന്തയോടുകൂടി, അങ്ങനെ അള്ളാഹുവിന് ഇഷ്ടപ്പെട്ടത് ചെയ്താൽ റബ്ബ് എനിക്ക് അനുഗ്രഹം ചെയ്യും എന്ന പൂർണ്ണ വിശ്വാസത്തോടു കൂടി, അതാണ് വൽയുഅ്മിനൂ ബി, എന്നിൽ അവർ വിശ്വസിക്കട്ടെ എന്നുള്ള പറഞ്ഞു. ആ രൂപത്തിൽ അള്ളാഹുവിനെ സമീപിക്കുവാനും ഇബാദത്തുകളെ സജീവമാക്കുവാനും നാം ശ്രമിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്കതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളിൽ അറിവില്ലായ്മ കൊണ്ടും അവിവേകം കൊണ്ടുമൊക്കെ വന്നുപോയിട്ടുള്ള സകല പാപങ്ങളും അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ പ്രത്യേകമായ ഫള് കൊണ്ട് നമുക്ക് വിട്ടുപുറത്ത് മാപ്പ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവിക്കുന്നവരുണ്ടാകും, ആരായിരുന്നാലും ഉണ്ടാകും. അവരെ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാ തരത്തിലുള്ള പ്രയാസങ്ങളും പോരായ്മകളും പാപങ്ങളും ഒക്കെ അള്ളാഹു നമുക്ക് പരിഹരിച്ച് പൊരുത്തപ്പെട്ട് പുറത്ത് മാപ്പ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ നാം ഏർപ്പെടുന്ന പല കാര്യങ്ങളുമുണ്ട്, ആ കാര്യങ്ങളൊക്കെ നമ്മുടെ ജീവിതം മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല നാം ഏർപ്പെടുന്ന എല്ലാ കാര്യങ്ങളിലും, നമ്മുടെ ജീവിത മാർഗമായി നാം തേടുന്ന എല്ലാ കാര്യങ്ങളിലും റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് ബർക്കത്ത് പ്രദാനം ചെയ്യുമാറാകട്ടെ. അതിനിടയിൽ വരുന്ന എല്ലാവിധ പ്രതിസന്ധികളെയും പ്രയാസങ്ങളെയും അവൻ്റെ പ്രത്യേകമായ കാരുണ്യം കൊണ്ട് അതിനെയൊക്കെ തട്ടിമാറ്റി നല്ല നിലയിൽ മുന്നോട്ട് നീങ്ങാൻ റബ്ബ് നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ കുടുംബത്തിലും നമ്മുടെ മക്കളിലും നമ്മുടെ സമ്പത്തിലുമൊക്കെ അള്ളാഹു ബർക്കത്ത് പ്രദാനം ചെയ്യുമാറാകട്ടെ. പഠിക്കുന്ന മക്കൾക്ക് അള്ളാഹു നല്ല പഠനശേഷി നൽകുമാറാകട്ടെ. ജോലിയിലേർപ്പെട്ടിട്ടുള്ള നാട്ടിലും വിദേശത്തുമൊക്കെയുള്ള മക്കൾക്ക്, കുടുംബക്കാർക്ക് അള്ളാഹു എല്ലാവിധ അനുഗ്രഹവും ചൊരിഞ്ഞു തരുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക സമീഉൻ ഖരീബുൻ മുജീബുദ് ദഅവാത്ത് ومنزل البركات وقاضي الحاجات ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار.